like a Hellcat. ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാമുനാണ്. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ 8 ബ്രെഡ് നമ്മൾ സൈഡിലെ ബ്രൗൺ കളർ മാറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 പീസ്. 1 കപ്പ് പാല് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബ്രെഡ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ച് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ച് നമുക്കൊരു മാവ് രൂപത്തിൽ ഇത് ഇളക്കാം. അപ്പോൾ നമുക്ക് കുഴയ്ക്കാം. ഇത് നമുക്ക് അതൊരു മാവ് രൂപത്തിലാവുന്ന അത്രയും പാലൊഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച പാല് തന്നെ കറക്റ്റ് ആയിരുന്നു. കുറച്ച് പാല് മതി. അപ്പോൾ നമുക്കത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ അതേ രൂപത്തിൽ മാവാക്കി വെക്കും. അപ്പോൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾ ബോൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ നമ്മൾ ബോളാക്കിയാൽ മതി. അപ്പം അങ്ങനെയെല്ലാം നമുക്ക് ബോളാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ 12 ബോൾസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് ഉരുട്ടി വെച്ചേക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ച് അത് ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആ ബോൾസ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫുൾ ബോൾസ് 12 ബോൾസ് ഇട്ടു. നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം പ്ലേറ്റിലോട്ട്. നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിനുള്ള സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് പഞ്ചസാര, റോസ് വാട്ടർ, നമ്മൾ ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് 3 മതി നമുക്കപ്പം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര ഇടാം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിക്കും. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. നല്ല കുറുകി വരണം. ഒരു നൂലിന്റെ പരുവത്തിലാവുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചേക്കുന്ന ഏലക്കപ്പൊടിയോട് ചേർക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നല്ല മണം കിട്ടും. നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാം. അപ്പോൾ ഇത് ഒരു കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ബോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാക്കിയിട്ട് അപ്പം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റോസ് വാട്ടർ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. എന്നിട്ട് നമുക്ക് റോസ് വാട്ടർ ഒഴിക്കാം.
ഒരു മിനിറ്റ് നമുക്ക് അതൊന്ന് ഇട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിത് തണുക്കാൻ വെക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് സെർവ് ചെയ്യാം.